ഹരി ഓം. ഡിവൈൻ വ്ലോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമുക്ക് ഭഗവത്ഗീത ധ്യാന ശ്ലോകത്തെക്കുറിച്ച് ചുരുക്കിയൊന്ന് പറയാം. ആത്മീയത ഒരു അന്ധവിശ്വാസമല്ല. അത് ഈ ജീവിതത്തിൽ നിന്നു തന്നെ മനസ്സിലാക്കി പ്രായോഗികമായി അനുഭവിക്കേണ്ടതാണ്. അതിന് സഹായിക്കുന്ന ഉത്തമ ശാസ്ത്ര ഗ്രന്ഥമാണ് ഭഗവത്ഗീത. സനാതനധർമ്മത്തിൻ്റെ സകല തത്വങ്ങളും സിദ്ധാന്തങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഈ സമൂഹത്തിൽ സംഘർഷങ്ങൾ ഏറി വരികയാണ്. മനുഷ്യ മനസ്സിന് ജ്ഞാനം പകർന്നുകൊടുത്ത് ദൗർബല്യത്തിൽ നിന്നും ഉയരാൻ ഭഗവത്ഗീത ഉപകരിക്കുന്നു. ഇനി നമുക്ക് ആദ്യത്തെ ധ്യാന ശ്ലോകം ഒന്ന് പരിചയപ്പെടാം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ഇതിൻ്റെ സാരാംശം ഇങ്ങനെയാണ്. അർജുനനെ ഉദ്ധരിക്കാൻ വേണ്ടി ഭഗവാൻ സ്വയം ഉപദേശിച്ചതും പുരാണമുനിയായ വ്യാസനാൽ രചിക്കപ്പെട്ട 18 പർവ്വങ്ങൾ ഉള്ള മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ കോർത്തിണക്കിയതും അദ്വൈതം എന്ന അമൃതം വർഷിക്കുന്നതും 18 അധ്യായങ്ങൾ ഉള്ളതുമായ ഗീതാമാതാവെ സംസാര ദുഃഖങ്ങളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന അമ്മയെ ഞാൻ അനുസരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വിശദമായി പറയാം. ഹരി ഓം.